അപ്പസ്തോല പ്രവർത്തനത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹായുടെ റോമായിലേക്കുള്ളൊരു യാത്രയെക്കുറിച്ചാണ്. ഈ വചനം വായിക്കുമ്പം നമ്മുടെ ജീവിതവും ഏകദേശം ഈ യാത്ര പോലെയാണെന്ന് തന്നെ നമുക്ക് തോന്നും. അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ഇറ്റലിയിലേക്ക്, റോമയിലേക്ക് ഒരു കപ്പൽ യാത്ര പോവാണ്. കുറേ പേരും കൂടെയുണ്ട്. ഈ യാത്ര മുഴുവൻ പ്രതിസന്ധിയുടെയും ഭയങ്കര അസ്വസ്ഥതയുടെയും എല്ലാം ഒരു യാത്രയാണ്. ശരിക്കും നോക്കിക്കുക, നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ്. പകുതിയായി, കാൽഭാഗമായി, 75% ഇങ്ങനെ പല ഗ്രേഡിൽ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോലും മനസ്സിലാകാത്ത, ഉത്തരമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കൊപ്പമുണ്ട്. നമ്മൾ പുറമേ ചിരിക്കുന്നവരാണേലും പലരും അകമേ കരയുന്നവരാണ്. ആരും ഒന്നും വിചാരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷത്തോടെ മുഖം അഭിനയിപ്പിച്ചൊക്കെ ചിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് നനഞ്ഞു കത്തുന്ന വിറക് പോലെ നീറുന്നവരും ആകെ അസ്വസ്ഥരായിട്ടിരിക്കുന്ന, ഉറക്കം പോലും ഇല്ലാത്തവരാണ്. നമ്മൾ കാണുമ്പോൾ, നോക്കുമ്പോൾ ഇതാ വലിയ കാറിൽ വരുന്നു, വലിയ വീട്ടിലാണ് താമസം. പുറമേ നിന്ന് നോക്കുന്നവർ ഓർക്കും, ദൈവമേ ഇവരൊക്കെ എന്ത് ഭാഗ്യപ്പെട്ടവരാണ്, നമുക്കാണ് വീടുമില്ല, കാറുമില്ല, ഒന്നുമില്ലല്ലോ. പക്ഷെ കാര്യങ്ങൾ അടുത്തടുത്ത് അറിയുമ്പോഴായിരിക്കും, ദൈവമേ ഇവരിത്രയും വലിയ പ്രശ്നത്തിലായിരുന്നുവെന്ന് ഇപ്പോഴാകട്ടോ മനസ്സിലായത്. നിങ്ങളെ കണ്ടാലൊന്നും ആരും ഇങ്ങനെ പറയില്ല എന്ന് നമ്മൾ പറയും. പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലല്ല ജീവിതയാത്രയുടെ അകത്തുള്ള പല അനുഭവങ്ങളും. പലതിനും ഉത്തരം പോലും ഇല്ല. എത്ര പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് പ്രാർത്ഥിച്ചാലും പല പ്രശ്നങ്ങൾക്കും ആർക്കും ഒരു ഉത്തരം തരാനില്ല. എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല, നമുക്കുമില്ല ഉത്തരം. ഇതിപ്പോൾ ഉത്തരം ഇന്നതാണെന്ന് പറഞ്ഞു തരാനും ആരുമില്ല, ആർക്കും അറിയില്ല. പക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഈ വചനം ഒന്ന് വായിക്കണം. അപ്പസ്തോല പ്രവർത്തനം 27-ാമത്തെ അധ്യായം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കപ്പൽ യാത്ര റോമിലേക്ക്, ഇറ്റലിയിലേക്ക് പോവാണ് കപ്പൽ യാത്ര. അന്നത്തെ കാലത്ത് കപ്പലെ കയറി യാത്ര തുടർന്നപ്പം 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. സമയക്കുറവുള്ളത് കൊണ്ടാണ് ഓരോ വചനങ്ങളും എടുക്കാത്തത്. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ സൈപ്രസിനടുത്തൂടെയാണ് പോയത്. അപ്പോൾ ഒരു സാഹചര്യം പറഞ്ഞിരിക്കുകയാണ്. കപ്പലിൽ പോവാണ്. ഇന്നത്തെ പോലത്തെ കപ്പലായിട്ട് ചിന്തിക്കരുത്. അന്നത്തെ കാലത്തെ കപ്പലിന് പോവാണ്. ഒരു ഊഹം വച്ചങ്ങ് പോവാണ്. പോകുമ്പം ഈ യാത്രക്കെതിരെ, യാത്ര മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ കാറ്റ് വീശി. അപ്പോൾ അവർ സൈപ്രസ് എന്ന ആ സ്ഥലത്തിന് അടുത്തൂടെ ഇങ്ങനെ പോയി. കുറച്ച് 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ അവിടെ കിടക്കുന്ന കണ്ടു. ഉടനെ ഇവരെല്ലാം കൂടെ ആ കപ്പലിൽ കയറി. ശതാധിപൻ ഞങ്ങളെ അതിൽ കയറ്റി. ഏത് കപ്പലിൽ? അലക്സാണ്ട്രിയൻ കപ്പലിൽ കയറി. കാറ്റ് പ്രതികൂലമാണ്. യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഈ കപ്പലിൽ കയറി. ഞങ്ങൾ കുറച്ചധികം ദിവസം മന്ദഗതിയിൽ യാത്ര ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം പൗലോസ്ലീഹ അവരോട് പറഞ്ഞു, ഈ യാത്ര മുന്നോട്ട് പോകരുത്, മുന്നിലൊരു അപകടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മളോട് ചിലർ പറയും. സാധാരണ ചിലപ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു വരെ നമ്മളോട് പറയും. ചിലപ്പോൾ അപ്പനോട് പറയും, പപ്പ ഈ കാര്യം വേണോ? അയ്യോ, ഈ കൊച്ചിന് ഇവിടെ ഇത്രമാത്രം അറിവ് കിട്ടിയത്. അതിന് ഉദാഹരണം പറയാം. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച്, അപ്പൻ കള്ളു കുടിച്ച് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പൂസുണ്ട്, ആരോ ഫോൺ വിളിച്ചു. അപ്പോൾ അയാളോട് വേഗം ചെല്ലാനായി ഫോണിൽ വിളിച്ച ആൾ പറഞ്ഞത്. ഉടനെ ഭക്ഷണം കഴിക്കൽ നിർത്തിയിട്ട് കൈയും കഴുകി കിട്ടിയ ഒരു ഷർട്ടും എടുത്തിട്ട് ഈ ഫോണും എടുത്ത് പോകാൻ നേരത്തപ്പം ഈ ചെറിയ പ്രായമുള്ള ഇയാൾ, ഇദ്ദേഹത്തിൻ്റെ മകൾ, പപ്പ പോകണ്ട എന്ന് പറഞ്ഞു. പോകണ്ടെന്ന് പറഞ്ഞപ്പോഴും കൊച്ചിനെ തട്ടി മാറ്റിയിട്ട് അകത്ത് പോകുന്നു പറയും. ബൈക്ക് എടുത്തിട്ട് പോയതാണ്. ആക്സിഡൻ്റായി, പരിക്ക് പറ്റി, കിടന്ന കിടപ്പിലായിപ്പോയി. ഇപ്പോഴും അതേ അവസ്ഥയിലാണ്. അയാൾ പറയുവാണ്, ഞാൻ ആ പൂസിൻ്റെ പുറത്ത് കള്ളു കുടിച്ചിരുന്ന സമയത്ത് എൻ്റെ കൊച്ചിലൂടെ എന്നോട് ദൈവം പറഞ്ഞതാ, മുന്നോട്ട് പോകണ്ട, അത് വേണ്ട. ഇത് ചിലപ്പോൾ വഴി കൂടെ ഭിക്ഷ എടുക്കുന്നവൻ ചിലപ്പോൾ നമ്മളെ നോക്കിയിട്ട് പറയും, നിങ്ങളുടെ പോക്ക് ശരിയല്ല, ശ്രദ്ധിക്കണം കേട്ടോ, അത് വേണ്ട. ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയും. അതൊക്കെ നമ്മൾ കേൾക്കാൻ വേണ്ടി ദൈവം ചിലരിലൂടെ പറയിക്കുന്നതാണ്. അതിനെ തള്ളിക്കളയരുത്.
പൗലോസ്ലീഹ ഇങ്ങനെ യാത്ര പോകുമ്പം ഈ യാത്ര കാറ്റെല്ലാം കണ്ടപ്പോൾ ഇവരോട് പറഞ്ഞു, ഈ യാത്ര പോകണ്ട, ഇതൊരു അപകടമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയാ പറഞ്ഞത്. അതുപോലെ തന്നെ വായിക്കാം. 10-ാമത്തെ വാക്യം. പൗലോസ് അവരോട് ഇങ്ങനെ ഉപദേശിച്ചു, മാന്യരെ, നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. പൗലോസ്ലീഹ അവരോട് പറയുവാണ്, നമുക്കിത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും, ഇത് ജീവന് തന്നെ അപകടം ഉണ്ടാക്കും, പോകണ്ടെന്ന് പറഞ്ഞു. അവർ പുല്ല് വിലയാണ് കൊടുത്തത്. പൗലോസ്ലീഹയുടെ വാക്കിനെ അവർ മൈൻഡ് ചെയ്തില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നെ കേൾക്കുന്നവരോടും നമ്മളോട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറയും, പ്രായത്തിൽ ഇളയവരും പ്രായത്തിൽ മൂത്തവരും പറയും, അത് വേണ്ട, ആ ബിസിനസ്സിലേക്ക് വേണോ വേണ്ട, അത് പോകണ്ട, ആ വിവാഹം അത് നടത്തണ്ട, ആ ബന്ധം അത് നിങ്ങൾക്ക് ചേരൂല, ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് അത്ര പറ്റിയതായിരിക്കില്ല കേട്ടോ, നീ പോടാ അവിടുന്ന് പറയരുത്. അതിനകത്ത് എന്തേലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും. ആര് പറഞ്ഞതായിക്കോട്ടെ, നമ്മളത് 10 പ്രാവശ്യം വീട്ടിൽ പോയി ചിന്തിക്കണം, ഇതെന്താവും അങ്ങനെ പറയാൻ കാരണം, എന്തായിരിക്കും? ഒരാൾ എടുത്ത് ചാടി ഒരാൾ സ്ഥലം വിറ്റു കേട്ടോ. അയാളുടെ ഭാര്യ പറഞ്ഞു, ഈ സ്ഥലം വിൽക്കരുത്. വിറ്റ് കഴിഞ്ഞിട്ട് അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് വിൽക്കണ്ടായിരുന്നു, എന്ത് ബുദ്ധിയായിരിക്കും അന്നേരം തോന്നിയത്, ഞാൻ എന്ത് വലിയ മണ്ടത്തരമാണ് ചെയ്തത്. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ നമ്മുടെ എല്ലാം ജീവിതയാത്രയിൽ ചിലരൊക്കെ നമ്മളോട് പറയും, ആ വഴിക്ക് പോകരുത്, അത് നമ്മൾ ശ്രദ്ധിക്കണം, അതിനെ തട്ടി മാറ്റി പോടാ അവിടുന്ന് പറയരുത്, അതിനെ കവച്ച് വെക്കരുത്, മുമ്പിൽ നമുക്ക് ചില അപകടവും നഷ്ടവും സംഭവിക്കാം. പൗലോസ്ലീഹ അവരോട് ഇത് പറഞ്ഞപ്പം അവർ ആരെയാ കേട്ടെന്ന് എഴുതിയിട്ടുണ്ട്. 11-ാമത്തെ വാക്യം. എന്നാൽ ശതാധിപൻ പൗലോസിൻ്റെ വാക്കുകളെ അല്ല, കപ്പിത്താനെയും കപ്പലിൻ്റെ ഉടമയുമാണ് അനുസരിച്ചത്. പൗലോസ്ലീഹ പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അപകടമാണ് കാണുന്നത്. ഒരു ദർശനമാണ്. നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നയാൾ നമ്മളെ നോക്കിയിട്ട് പറയുന്ന പോലെയാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഞാൻ ഈ യാത്രയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മുന്നിൽ നഷ്ടവും ഒരു അപകടവും ഒക്കെയാണ് കാണുന്നത് എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു, അതിനെ മാറ്റി നിർത്തിയിട്ട് അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവർ ശതാധിപനെയും ഈ കപ്പൽ ആരുടെയാണോ ആ മുതലാളിയെയും അനുസരിച്ച് മുന്നോട്ട് പോയി. പക്ഷെ എവിടെ ചെന്ന് അവസാനിച്ചെന്നറിയാമോ യാത്ര? 14-ാമത്തെ വാക്യം. പൊടുന്നനെ വടക്കുകിഴക്കൻ എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്കാറ്റ് കരയിൽ നിന്ന് ആഞ്ഞടിച്ച് കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോയി. ഇങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞതാ, ഒരു വലിയൊരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോയി. പലരും പല കുഴിയിലും പല പ്രശ്നത്തിലും അകപ്പെട്ടു പോയത് കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരോടും, ഈ പണിക്ക് പോകരുത്, അത് വേണ്ട, ശരിയാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യ ആയിരിക്കും, ഭർത്താവായിരിക്കും, നിങ്ങളുടെ കൊച്ചു മകനായിരിക്കും, മകളായിരിക്കും പറഞ്ഞത്, അത് വേണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ അതിനെ തട്ടിമാറ്റി മുന്നോട്ട് തന്നെ നമ്മുടെ ഒറ്റ ബുദ്ധിക്ക് പോയതാണ് ഇപ്പോൾ പലതിനകത്തും ചെന്ന് പെട്ടുകിടക്കാൻ കാരണം. പൗലോസ്ലീഹ പറഞ്ഞതാ പോകണ്ടെന്ന്, പക്ഷെ ഇവർ പറഞ്ഞു, പൗലോസിൻ്റെ വാക്കുകളെ ഒന്നും മൈൻഡ് ചെയ്തില്ല, പോയി കൊടുങ്കാറ്റിൽ പെട്ടു. എന്നാലും പേടിക്കണ്ട കേട്ടോ, ഇനിയും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വഴിയുണ്ടെന്നാണ് ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. കൊടുങ്കാറ്റിൽ പെട്ടു. കാറ്റിനെ എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കൊടുങ്കാറ്റാണ് വീശിയത്. ഇപ്പോഴത്തെ പോലെയല്ല, കാറ്റടിച്ച് കപ്പലിനെ എങ്ങോട്ടോ കൊണ്ടുപോയി, ഇവർക്ക് പോലും അറിയാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എവിടെ ചെന്ന് അവസാനിച്ചു എന്നറിയാമോ? 18-ാമത്തെ വാക്യം. വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടി ഉലഞ്ഞതിനാൽ അടുത്ത ദിവസം കപ്പലിലുണ്ടായിരുന്ന സമ്പത്തും ചരക്കുകളും എടുത്ത് കടലിലെറിഞ്ഞു. 3-ാമത്തെ ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായകളും വലിച്ചെറിഞ്ഞു. എത്ര ദിവസം അങ്ങനെ ഉണ്ടായെന്നറിയാമോ? സൂര്യനും ചന്ദ്രനും വെളിച്ചവും ഇല്ലാതെ 14 ദിവസം കടലിൽ ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ലാതെ ഇരുട്ടത്ത് കിടന്നിവർ. എത്ര ദിവസം? 14 ദിവസം. അവസാനം ഇവർക്ക് ഇങ്ങനെ തോന്നി, ഇനി ഞങ്ങൾ രക്ഷപ്പെടില്ലെന്ന് തോന്നി. അവിടെ എത്തി. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, രക്ഷപ്പെടാമെന്ന ആശ തന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചു. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനി ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഇനി എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. രക്ഷപ്പെടാമെന്ന പ്രതീക്ഷ പോയി അവർ കളഞ്ഞു. 14 ദിവസം കടലിൽ
വെളിച്ചവും ഇല്ല, വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഇനി മുന്നിൽ മരണം മാത്രം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ? ഇനിയാണ് ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുന്നത്.